രഹസ്യങ്ങളുടെയും വേദനയുടെയും ലോകത്ത് ചില പേരുകൾക്ക് മാത്രമേ ഈ ലോകം മുഴുവൻ ഭയത്തോടെയും ആദരവോടെയും നോക്കിയിട്ടുള്ളൂ. മൊസാദ്, ഇസ്രായേലിന്റെ അതിരഹസ്യമായ ജാസൂസ് ഏജൻസി. ഇന്ന് നമ്മൾ നോക്കുന്നതാണ് സർവനാശകരമായ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഹോളോകോസ്റ്റ് അനുഭവിച്ച യഹൂദജനതയ്ക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം അത്യാവശ്യമായി തോന്നി. 1948 ഇസ്രായേൽ സ്ഥാപിതമായി. എന്നാൽ ആദ്യം മുതൽ തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് അതിക്ക് നേരിടേണ്ടി വന്നത് ഗുരുതരമായ ഭീഷണികൾ ആയിരുന്നു. ഈ ഭീഷണികൾ നേരിടാൻ കൂടുതൽ രഹസ്യവിവരങ്ങളും കൃത്യമായ പ്രവർത്തനങ്ങളും ആവശ്യമായിരുന്നു. 1949 ഡിസംബർ മാസം പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂരിയോൻ ഒരു പുതിയ രഹസ്യ ഏജൻസി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. അത് തന്നെയാണ് മൊസാദ്. ഹീബ്രുവിൽ അതിന്റെ അർത്ഥം സ്ഥാപനം എന്നാണ്. പൂർണ്ണനാമം ഹമോസാദ് ലെമോദീൻ വലത്കീടി മേയുചാദ്യം രഹസ്യ 45 ഇവർ ശേഖരണവും പ്രത്യേക പ്രവർത്തനങ്ങളും നടത്തുന്ന സ്ഥാപനം. മിഷൻ രഹസ്യവിവര ശേഖരണം, രഹസ്യ പ്രവർത്തനങ്ങൾ, ലോകമെമ്പാടുമുള്ള യഹൂദന്മാരുടെ സംരക്ഷണം. മറ്റു രാജ്യങ്ങളിലെ രഹസ്യ ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി മൊസാദ് നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന വിഭാഗങ്ങൾ: ശേഖരണ വിഭാഗം, ഘടനേവറ തൊനേനിയമരെ, പരമ്പരാഗത ചാരന്മാർ, ഏജന്റുമാരെ ഉൾപ്പെടുത്തൽ, രഹസ്യങ്ങൾ ശേഖരണം, കേസറിയ നിയമൊഴുമുറ്, രഹസ്യ പ്രവർത്തനങ്ങളുടെ വിഭാഗം, വധുവും സാബോട്ടാജും, LAPT രഹസ്യ രാഷ്ട്രതല ചർച്ചകൾ നടത്തുന്നു. റിസർച്ച് വിഭാഗം ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. ഈ ഏജൻസിയുടെ ഹൃദയത്തിൽ ലോകമെമ്പാടുമുള്ള രഹസ്യ ഏജന്റുമാരാണ്. പലരും ഇരട്ട ജീവിത മൊസാദ് തന്റെ പേര് സ്ഥാപിച്ചത് അതിന്റെ ധീരവും അതിരുകളില്ലാത്ത ദൗത്യങ്ങളിലൂടെയാണ്. എൻഡബി ഓപ്പറേഷൻ 1976. പലസ്തീൻ ജർമ്മൻ ഭീകരർ ഹൈജാക്ക് ചെയ്ത എയർ ഫ്രാൻസ് വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ മൊസാദിന്റെ രഹസ്യ വിവര ശേഖരണം നിർണായകമായി. ഇസ്രായേൽ കമാൻഡോകൾ 90 മിനിറ്റിൽ 102 പേരെ രക്ഷിച്ചു. ലോകം അമ്പരന്നു നോക്കി. ആഡോൾഫ് എക്മാനെ പിടിക്കൽ 1960. ഹോളോകോസ്റ്റിന്റെ മുഖ്യ കഥാനായകൻ എക്മാനെ അർജന്റീനയിൽ നിന്ന് പിടിച്ചെടുത്ത മൊസാദ് പ്രവർത്തനം ലോകമാകെ പ്രശംസിക്കപ്പെട്ടു. അവനെ രഹസ്യമായി ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ന്യായവിചാരണ നടത്തുകയും ചെയ്തു. ഇറാനിയൻ ന്യൂക്ലിയർ ഫെയിലുകൾ മോഷണം 2018. ടെഹ്റാനിലെ രഹസ്യ ഗോഡൌണിൽ നിന്ന് അനേകം കണക്കുകൾ മൊസാദ് ഏറ്റെടുത്ത് ലോകത്തിനു മുന്നിൽ ഇറാന്റെ രഹസ്യ ആണവ പരിപാടികൾ തുറന്നു കാണിച്ചു. ലക്ഷ്യവധങ്ങൾ ഭീകര നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും തുരത്തുന്നതിൽ മൊസാദ് ഏജന്റായി മാറുക എന്നത് വളരെ ദുഷ്കരമാണ്. രഹസ്യമായ റിക്രൂട്ട്മെന്റ് വഴി പ്രതിഭ, ബുദ്ധി, മാനവിക കരുത്ത് എന്നിവ പരീക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പ്. പരിശീലനം കടിമ വളരെയധികം കടുപ്പമാണ്. നിരീക്ഷണവും മറുനിരീക്ഷണവും, രഹസ്യവേഷങ്ങൾ, ഭാഷാപരിചയം, മനഃശാസ്ത്ര പ്രയോഗം, ആയുധ പരിശീലനം, യുദ്ധസാങ്കേതികത, സൈബർ ഹാക്കിംഗും ആധുനിക സാങ്കേതിക വിദ്യകളും ഒരു ഏജന്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവനോടെ തിരിച്ചെത്തണം. ശക്തമായതോടെ വിമർശനങ്ങളും. മൊസാദിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുറത്താണ്. കിഡ്നാപ്പിംഗും വിദേശത്തിലെ വധവും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിമർശനം ഉയർന്നു. 1997 ഖാലിദ് മഷാലിന്റെ വൈശ്രമം ജോർഡാനുമായി ഉർസലുകൾക്ക് ഇടയാക്കി. എന്നാൽ ഇസ്രായേലിനായി ഇത്തരം നടപടികൾ ആവശ്യമായവയാണെന്ന് ഇന്നത്തെ മൊസാദ് നവീകൃതമായ ഭീഷണികളെ നേരിടുന്നു. ഭീകര സംഘടനകൾ, സൈബർ യുദ്ധമാനവായുധ ഭീഷണികൾ, സൈബർ ഓപ്പറേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്റർനെറ്റ് നിരീക്ഷണവും മൊസാദ് ഭംഗിയായി ഉപയോഗിക്കുന്നു. എങ്കിലും അവരുടെയും ലക്ഷ്യം ഒരേ: ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക. രഹസ്യങ്ങളുടെ ലോകത്ത് ഓരോ തെറ്റായ നീക്കവും മരണത്തിന് കാരണമാകാം. അവിടെ മൊസാദ് എന്നത് ഊർജത്തിന്റെ, ധൈര്യത്തിന്റെ, കാര്യക്ഷമതയുടെ ചിഹ്നമായി നിലനിൽക്കുന്നു. മൊസാദ് ഒരു രാഷ്ട്രത്തിന്റെ അദൃശ്യ രക്ഷാധികാരി.